എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം ഭാഗം 6 അധ്യായം 2 കേരള ചരിത്ര സാമഗ്രികളിൽ പുരാവസ്തു സാമഗ്രികൾ. ചരിത്രത്തിൻ്റെ തോഴി എന്ന് വിളിക്കപ്പെടുന്ന പുരാവസ്തു ശാസ്ത്രം ചരിത്രകാരന് മിക്കപ്പോഴും വിശ്വാസ്യമാംവിധം മാർഗദർശനം നൽകാറുണ്ട്. കേരള ചരിത്രത്തെ സംബന്ധിച്ച ഭൗതിക അവശിഷ്ടങ്ങളെ അഥവാ പുരാവസ്തു സാമഗ്രികളെ സ്മാരകങ്ങൾ, നാണയങ്ങൾ, ശാസനങ്ങൾ എന്നിങ്ങനെ 3ആയി വിഭജിക്കാം. അതിൽ സ്മാരകങ്ങൾ: മഹാശിലാവശിഷ്ടങ്ങൾ, ശിലാപ്രതിമകൾ, ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം, യഹൂദ ദേവാലയങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, ചരിത്ര സംഭവ സ്ഥലങ്ങൾ എന്നിവയാണ് സ്മാരകങ്ങളിൽ പെടുന്നവ. കൊടുങ്കല്ലറകൾ, നടുക്കല്ലുകൾ, പഴുതറകൾ, കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, ശിലാഗുഹകൾ എന്നിങ്ങനെ ശവക്കല്ലറകളായോ പരേത സ്മാരകങ്ങളായോ ഉപയോഗിച്ചിരുന്ന മഹാശിലാനിർമ്മിതികൾ അഞ്ചനാട്ട് താഴ്വര, തൃശൂർ, പോർക്കളം, എയ്യാൽ, ചേരമനങ്ങാട്, കാട്ടുകാമ്പാൽ, തളിപ്പറമ്പ്, എടയ്ക്കൽ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അവ കേരളത്തിൻ്റെ ചരിത്രാതീത സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്നു. വിഴിഞ്ഞം, മടവൂർപ്പാറ, കോട്ടുക്കൽ, തൃക്കക്കുടി, കല്ലിൽ, തൃക്കൂർ, ഇരുനിലങ്കോട്, തിരുവേഗപ്പുറ, ഭ്രാന്തൻപാറ എന്നിവിടങ്ങളിലാണ് പാറയിൽ പണിതുണ്ടാക്കിയ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത്. ചില ഗ്രന്ഥകാരന്മാർ ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെ ബുദ്ധ ജൈന മതങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. AD 8-10 ശതകങ്ങൾക്കിടയിലാണ് ഇവയുടെ നിർമ്മാണ കാലമെന്ന് കണക്കാക്കാം. കവിയൂരിനടുത്തുള്ള തൃക്കക്കുടി ക്ഷേത്രത്തിലെ ശിലാശില്പങ്ങൾ അതിപ്രാചീന ചേരശില്പങ്ങളായി പരിഗണിക്കപ്പെടുന്നു. പല്ലവ വാസ്തുശൈലിയുടെ ഒരു കേരളീയ ഭേദത്തെയാണ് അവ പ്രതിനിധാനം ചെയ്യുന്നത്. ജടാധാരിയായ ഒരു മഹർഷിയുടെ രൂപം തൃക്കക്കുടിയിൽ കല്ലിൽ കൊത്തിയിട്ടുണ്ട്. അത് മാമല്ലപുരത്തെ ഗംഗാവതാര പ്രതിമയെ അനുസ്മരിപ്പിക്കുന്നു. വിഴിഞ്ഞത്തെ ക്ഷേത്രത്തിൽ ഉത്തരകാല പല്ലവ ശില്പശൈലിയുടെ സ്വാധീനശക്തി കാണാം. കോട്ടുക്കൽ ക്ഷേത്രത്തിൽ ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു പ്രതിമാശില്പമുണ്ട്. പുരാണത്തിലെ നന്ദിവാനര കഥ ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു. ഗർഭഗൃഹത്തിൻ്റെ തെക്കുഭാഗത്തായി ത്രിശൂലം ധരിച്ച ഒരു വാനര രൂപവും അതിനു മുൻപിൽ ഒറ്റക്കല്ലിൽ ഒരു നന്ദിപ്രതിമയും ഉണ്ട്. രാവണൻ തൻ്റെ രാജ്യം ഒരു വാനരനാൽ നശിപ്പിക്കപ്പെടും എന്ന നന്ദികേശ്വര ശാപം ലങ്കാദഹന സമയത്ത് ഓർക്കുന്നതായാണ് ഈ പ്രതിമാശില്പം കൊണ്ട് സങ്കല്പിക്കുന്നത്. പെരുമ്പാവൂരിനടുത്ത് കല്ലിൽ എന്ന സ്ഥലത്ത് പാറ തുറന്നുണ്ടാക്കിയ ഗുഹാക്ഷേത്രത്തിൽ പാർശ്വനാഥൻ്റെയും മഹാവീരൻ്റെയും പത്മാവതിയുടെയും പ്രതിമകളുണ്ട്. കേരളത്തിൽ കാണുന്ന ചുരുക്കം ചില ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ബൻഗ്രമഞ്ചേശ്വരത്ത് പഴയ 2 ജൈന ബസ്തികൾ ഉണ്ട്. കരുമാടി, മാവേലിക്കര, ഭരണിക്കാവ്, മരുതൂർകുളങ്ങര, പള്ളിക്കൽ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ശിലാനിർമ്മിതമായ ബുദ്ധവിഗ്രഹങ്ങൾ 7-9 ശതകങ്ങളിലെ പ്രതിമാ നിർമ്മാണ ശൈലിക്ക് ഉത്തമോദാഹരണങ്ങളാണ്. ഇവ കേരള ചരിത്രത്തിലെ ബുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ശ്രീലങ്കയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ബുദ്ധവിഗ്രഹങ്ങളോട് ഇവയ്ക്ക് സാദൃശ്യമുണ്ട്. AD 9-ാം ശതകത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ് കല്ലും മരവും കൊണ്ടുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണം കേരളത്തിൽ തുടങ്ങുന്നത്. അവയുടെ ശില്പശൈലി കേരളത്തിലെ കലകളുടെയും വാസ്തുവിദ്യയുടെയും പ്രതിമാശില്പത്തിൻ്റെയും പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ശ്രീകോവിലിനും ദാരുശില്പത്തിനും പ്രാമുഖ്യമുള്ള കേരളീയ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടവയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും. എന്നാൽ ദ്രാവിഡ ശില്പ പാരമ്പര്യം അവകാശപ്പെടുന്ന കുറച്ച് ക്ഷേത്രങ്ങളെങ്കിലും ഇവിടെ ഇല്ലാതില്ല. വിഴിഞ്ഞത്തെ ഭഗവതി ക്ഷേത്രം ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഒരു മാതൃകയാണ്. ആദ്യകാല ചോളക്ഷേത്രങ്ങളുടെ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. 9-ാം ശതകമാണ് അതിൻ്റെ കാലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ദ്രാവിഡ സമ്പ്രദായത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ്. കേരളീയ ശൈലിയും അതിൽ പതിഞ്ഞു കാണുന്നുണ്ട്. തിരുവനന്തപുരത്തിനടുത്ത് തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മറ്റൊരു ഉദാഹരണമാണ്. തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം, തൃക്കാക്കര, ഇരിങ്ങാലക്കുട, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, തിരുവഞ്ചിക്കുളം, തൃപ്രയാർ, തൃപ്പൂണിത്തറ മുതലായ ക്ഷേത്രങ്ങളാണ് കേരളീയ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടവയിൽ പ്രധാനപ്പെട്ടവ. തടികൊണ്ടുള്ള കൊത്തുപണികളുടെയും ചുവർ ചിത്രങ്ങളുടെയും കാര്യത്തിൽ കീർത്തി കേട്ടവയാണ് കേരളീയ ക്ഷേത്രങ്ങൾ.
ചാത്തൻകുളങ്ങര, വെട്ടിക്കുളങ്ങര, കൊരട്ടി, തുറവൂർ, പാഴൂർ, ഓണക്കൂർ, ഗുരുവായൂർ, തിരുവങ്ങാട്ട്, മടിയൻകുലം എന്നീ ക്ഷേത്രങ്ങളിൽ പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും ഉദാഹരിക്കുന്ന അതിസുന്ദരമായ ദാരുശില്പങ്ങൾ കാണാം. ആറന്മുള, പനയന്നാർക്കാവ്, പാഴൂർ, ഉദയനാപുരം, വൈക്കം, ഏറ്റുമാനൂർ, തൃശൂർ, തിരുവഞ്ചിക്കുളം, ഗുരുവായൂർ, ചെമ്മൻതട്ട, തൊടീക്കളം, തിരുമിറ്റക്കോട് മുതലായ ക്ഷേത്രങ്ങൾ ചുവർച്ചിത്രങ്ങളാൽ അലങ്കൃതങ്ങളാണ്. ഹരിപ്പാട്ട് ക്ഷേത്രത്തിലെ കൂത്തമ്പലം പോലെയും തിരുവല്ല തിരുവല്ലഭ ക്ഷേത്രത്തിലെ ഗരുഡമണ്ഡപം പോലെയും ശില്പകലാകൗതുകം വളർത്തുന്ന അന്യാദൃശ്യ നിർമ്മിതികളും കേരളീയ ക്ഷേത്രങ്ങളിലുണ്ട്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ചില പള്ളികളും ചരിത്രപരമായും വാസ്തുവിദ്യാപരമായും പ്രാധാന്യം വഹിക്കുന്നു. പാലയൂർ, പള്ളിപ്പുറം, കോട്ടക്കാവ് തുടങ്ങിയ 9 പഴയ ക്രിസ്ത്യൻ പള്ളികൾ തോമസ് പുണ്യവാളൻ സ്ഥാപിച്ചവയാണെന്ന് പരമ്പരയാ വിശ്വസിച്ചു പോരുന്നു. കേരളത്തിലെ പള്ളികളുടെ നിർമ്മാണത്തിൽ കേരളീയവും വൈദേശികവുമായ വാസ്തുവിദ്യാ സമ്പ്രദായങ്ങൾ സ്വാധീനം ചെലുത്തിയതായി കാണാം. AD 1225 നിർമ്മിച്ച മുളന്തുരുത്തി ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ബൈബിൾ രംഗങ്ങൾ ആലേഖനം ചെയ്ത ചുവർച്ചിത്രങ്ങളുണ്ട്. ഉദയംപേരൂർ സിറിയൻ കത്തോലിക്ക പള്ളി ചരിത്രപ്രസിദ്ധമായ സുന്നഹദോസിന്റെ 1599 രംഗമായിരുന്നല്ലോ. കാഞ്ഞൂർ സിറിയൻ കത്തോലിക്ക പള്ളി ശക്തൻ തമ്പുരാന്റെ 1790, 1805 ചരിത്രവുമായി ബന്ധപ്പെട്ടവയാണ്. അദ്ദേഹം സമ്മാനിച്ച ഒരു ഓട്ടുവിളക്ക് ഇന്നും ആ പള്ളി അഭിമാനപൂർവ്വം സൂക്ഷിച്ചു പോരുന്നുണ്ട്. ടിപ്പുവിന്റെ സൈന്യങ്ങൾ ഒരു വശത്തും ഇംഗ്ലീഷുകാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും സംയുക്ത സൈന്യങ്ങൾ മറുവശത്തുമായി ഏറ്റുമുട്ടുന്ന സമരരംഗം ആലേഖനം ചെയ്ത ഒരു ചുവർച്ചിത്രം ആ പള്ളിയുടെ പുറംഭിത്തിയിൽ കാണാം. ചേപ്പാട്ടെ ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ചുവരുകളിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളുടെയും യേശു ശിഷ്യന്മാരുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. റോമൻ മാതൃകയിൽ നിർമ്മിച്ച കോതമംഗലം ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ത്രികോണാകൃതിയിലുള്ള കമാനം പേർഷ്യക്കാരോ പശ്ചിമേഷ്യക്കാരോ ആയ ശില്പികൾ നിർമ്മിച്ചവയാവണം. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക പള്ളിയുടെ നിർമ്മിതിയിൽ പോർച്ചുഗീസ് ശില്പശൈലിയുടെ അതിപ്രസരം ദൃശ്യമാണ്. വാസ്കോഡഗാമയെ എല്ലാ ബഹുമതികളോടും കൂടി സംസ്കരിച്ച ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി ചരിത്രത്തിൽ വർണ്ണോജ്വലമായി നിലനിൽക്കുന്ന ഒരു ഗംഭീര ഭൂതകാലത്തിന്റെ സ്മരണകൾ ഇന്നും നമ്മിൽ ഉണർത്തിവിടുന്നു. കൊടുങ്ങല്ലൂർ, മാടായി, ശ്രീകൃഷ്ണപുരം, കാസർഗോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മുസ്ലിം പള്ളികൾക്കും ചരിത്ര പ്രാധാന്യമുണ്ട്. കേരളത്തിൽ ആകെ 8 ജൂത ദേവാലയങ്ങളാണുള്ളത്. മട്ടാഞ്ചേരിയിൽ 3, എറണാകുളത്ത് 2, ചേന്നമംഗലത്തും പറവൂരും മാളയിലും ഓരോന്ന്. ഇങ്ങനെയാണ് അവയുടെ കണക്ക്. മട്ടാഞ്ചേരിയിൽ 1567 പണി കഴിപ്പിച്ച വെള്ള ജൂതന്മാരുടെ പള്ളിയാണ് ഇവയിൽ ഏറ്റവും പ്രധാനം. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ദേവാലയങ്ങൾ ചിലയിടങ്ങളിൽ ഒന്നു ചേർന്ന് നിൽക്കുന്ന കാഴ്ച കൗതുകകരമാണ്. ഇതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരത്തിലെ പാളയം, താഴത്തങ്ങാടി, കോട്ടയം, പുറക്കാട്, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലും ഈ പ്രത്യേകത കാണാം. ചേന്നമംഗലത്തുള്ള പറവൂർ താലൂക്കിലാണ് കോട്ടയ്ക്കോവിലകത്ത് ഒരേ ഒരു വളപ്പിനുള്ളിൽ മിക്കവാറും തൊട്ട് ഹൈന്ദവരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ദേവാലയങ്ങൾ നിൽക്കുന്നത് കാണാം. കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ ശാസ്താക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വാവരുപള്ളി സുപ്രസിദ്ധമാണ്. ശബരിമലയ്ക്ക് ആ വഴി പോകുന്ന ഹൈന്ദവ തീർത്ഥാടകരെല്ലാം വാവരുപള്ളിയും സന്ദർശിക്കാറുണ്ട്. പൂർവ്വകാലത്ത് കേരളീയ ജനങ്ങളിൽ നിലനിന്ന സാമുദായിക സൗഹാർദ്ദത്തെയും ഭരണാധികാരികൾ പിന്തുടർന്നു പോന്ന വിശാലമായ അന്യമത സഹിഷ്ണുതാ നയത്തെയുമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്നത്. കൊട്ടാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മനാഭപുരം കൊട്ടാരമാണ്. കന്യാകുമാരി ജില്ലയിലാണെങ്കിലും കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് അത്. ചരിഞ്ഞ മേൽക്കൂരകളും കൊത്തുപണി ചെയ്ത തൂണുകളുമുള്ള ആ കൊട്ടാരം കേരളീയമായ വാസ്തുവിദ്യാ സവിശേഷതകളാൽ സമാകർഷകമായിരിക്കുന്നു. കൊട്ടാരത്തിന്റെ ഒരു മുറിയിൽ തനി കേരളീയ ശൈലിയിലുള്ള ചുവർ ചിത്രങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. AD 1555 പോർച്ചുഗീസുകാർ പണിയിച്ച് അന്നത്തെ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനിച്ച മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം കേരളീയ ശില്പമാതൃകയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച മന്ദിരങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ്. രാമായണ കഥ ആലേഖനം ചെയ്ത 45 ചുവർച്ചിത്രങ്ങൾ ആ കൊട്ടാരത്തിലുണ്ട്. ചില ചിത്രകലാ നിരൂപകന്മാരുടെ അഭിപ്രായത്തിൽ കേരളീയ ചിത്രകലയെ അജന്തയിലെയും ബാഗിലെയും ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ബൗദ്ധകലയുടെ സ്വാധീന മുദ്രകൾ ഈ ചിത്രങ്ങളിൽ പ്രകടമാണ്.
17-ാം ശതകത്തിലാണ് ഇവ രചിക്കപ്പെട്ടത്. കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരമാണ് മറ്റൊന്ന്. കായംകുളം പിടിച്ചടക്കിയതിന് ശേഷം മാർത്താണ്ഡവർമ്മ 1729-56 പണി കഴിപ്പിച്ച ഈ കൊട്ടാരം കേരളീയ വാസ്തുശില്പത്തിന് ഒരു മികച്ച മാതൃകയാണ്. ഈ കൊട്ടാരത്തിലാണ് ഇതുവരെ കണ്ടുകിട്ടിയിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ ചുവർ ചിത്രമുള്ളത്. ഗജേന്ദ്രമോക്ഷം കഥയെ ഉദാഹരിക്കുന്ന ഈ ചിത്രം ഭിത്തിയുടെ 154 ചതുരശ്രയടി സ്ഥലം നിറയ്ക്കുന്നു.